നന്ദി. ഈ ഒരു പുസ്തകത്തിന് എന്തുകൊണ്ടാണ് പിച്ചകപ്പൂങ്കാവുകൾക്കും അപ്പുറം എന്ന പേര് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ ഉയരും. കാരണം സ്വന്തം കൈകൊണ്ട് എഴുതിയ എത്രയെങ്കിലും സൂപ്പർ ഹിറ്റ് വരികളെല്ലാം കാത്തു നിൽക്കുകയാണ് ഈ വരികളെ, എന്നെ, ഞങ്ങളെ പുസ്തകത്തിൻ്റെ പേരാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. അത്രയധികം ഗാനങ്ങളിലെ മനോഹരമായിട്ടുള്ള വാക്യങ്ങൾ, വരികളൊക്കെ ക്യൂ നിന്നിട്ടുണ്ടാവും, ഞങ്ങളെ പേരാക്കൂ, ഞങ്ങളെ പേരാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്. പ്രത്യേകിച്ചും ജനുവരി ഒരു ഓർമ്മയിലെ പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ, വഴിയോര കാഴ്ചകളിലെ പവിഴമല്ലി പൂവിറങ്ങി പകൽ പോവുകയായി യദുകുല ഗോപിക എന്നുള്ള വാക്യം, ചിത്രം എന്ന സിനിമയിലെ ഈറൻ മേഘം, അതേപോലെ പാടം പൂത്ത കാലം, ദൂരെ കിഴക്കുതിക്കും, ഇങ്ങനെയുള്ള എത്രയെങ്കിലും വരികൾ, ദിനരാത്രങ്ങളിലെ തിരുനെല്ലിക്കാട് പൂത്തു, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നുവിലെ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു, വന്ദനം സിനിമയിലെ തീരം തേടുമോളം, കവിളിണയിൽ കുങ്കുമമോ, അന്തിപ്പൊൻവെട്ടം, നമ്പർ 20 മദ്രാസ് മെയിലിലെ പിച്ചകപ്പൂങ്കാവുകൾക്കും അപ്പുറം, ധ്രുവം സിനിമയിലെ തുമ്പിപ്പെണ്ണെ വാവ, കറുകവയൽ കുരുവി, തളിർവെറ്റിലയുണ്ടോ, പ്രാഞ്ചിയേട്ടനിലെ കിനാവിലെ ജനാലകൾ, അങ്ങനെ 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 എത്രയെങ്കിലും വരികൾ ഞങ്ങളുടെ വാക്യങ്ങളിൽ, താങ്കൾ തന്നെ എഴുതിയ ഞങ്ങളുടെ വരികളിൽ ഈ പുസ്തകത്തിന് പറ്റിയ പേരുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് പിച്ചകപ്പൂങ്കാവുകൾക്ക് അപ്പുറം എന്നുള്ള ഒരു അസൂയ കലർന്ന ചോദ്യം താങ്കളുടെ തന്നെ രചനയിലെ വരികൾ ഉയർത്തുന്നുണ്ടാവില്ലേ? പേരിടുക വലിയ പ്രശ്നം തന്നെയായിരുന്നു. കാരണം എല്ലാവർക്കും പല പല സജഷൻസ് ഉണ്ടായിരുന്നു. ഓർമ്മകൾ നിട്ടൂടെ, ശ്യാമപ്രസാദിന്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ട് താൻ ഓർമ്മകൾ എന്ന് പേരിട്ടില്ല. യഥാർത്ഥത്തിൽ ഇതെല്ലാം പാട്ടിന്റെ വരികളാകുമ്പോൾ പാട്ടിന് അപ്പുറത്തേക്കാണ് ഈ പുസ്തകം പറയുന്നത്. പാട്ടുണ്ട്, ഉറപ്പായിട്ടും പാട്ടുണ്ട്. കാരണം ജീവിതത്തിന്റെ കഴിഞ്ഞ 40 വർഷത്തെ അല്ലെങ്കിൽ അതിലപ്പുറമുള്ള പാട്ട് ജീവിതത്തെ മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷെ പാട്ടിനും അപ്പുറത്തേക്കുള്ള ഒരു ജീവിതമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പാട്ട് തീർച്ചയായിട്ടും ഉണ്ട്, അതിന്റെ അപ്പുറം. അതുകൊണ്ടിട്ടാണ് പിച്ചകപ്പൂം കാവുകൾക്കും അപ്പുറം എന്നിരിക്കട്ടെ. ദിസ് ഇസ് പിച്ചകപ്പൂം കാവുകൾക്ക് ബിയോണ്ട് ദാറ്റ് ആണ്. അതുകൊണ്ടാണ് ഈ പേര് തന്നെ. അത് പാട്ടുകൾക്കും അപ്പുറമാണ് ഇതിലെ എഴുത്ത് എന്ന് ധ്വനിപ്പിക്കുക എന്നുള്ള ഒരു ചെറിയ ദുരുദ്ദേശം അതിന്റെ പുറകിലുണ്ടായിരുന്നു. ആ ദുരുദ്ദേശത്തിൻ്റെ പിറകിൽ വലിയൊരു സതുദ്ദേശം, അതായത് ഈ ഒരു പുസ്തകം വായിക്കാൻ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് കേവലമായിട്ട് ഷിബു ചക്രവർത്തി എന്ന ഗാനരചയിതാവിൻ്റെ ഗാനരചനാ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കുകയും, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ആ പാട്ട് എഴുതിയത്, ഏതൊക്കെ സിനിമയുടെ പശ്ചാത്തലത്തിലാണ്, സംഗീത സംവിധായകൻ എന്തൊക്കെ നിർദ്ദേശം നൽകി, അതിന് അനുസരിച്ചും അതിന് വിരുദ്ധമായിട്ടും സ്വന്തം കലാബോധവും സാഹിത്യബോധവും വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എന്നുള്ള ഒരു ഗാനം രൂപപ്പെടുന്നതിൻ്റെ പരീക്ഷണശാല എന്തായിരുന്നു എന്നറിയാൻ മാത്രമുള്ള ഒന്നായിട്ട് ഈ പുസ്തകം എടുക്കേണ്ടതില്ല. അതുകൂടി ഉൾപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവിതത്തെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്, എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒക്കെ എങ്ങനെ സമീപിക്കുന്നു, ഒരു ഫിലോസഫിക്കലായിട്ട്, ദാർശനികമായിട്ട് എന്നുള്ള ഒരു സമീപനമാണ്, ഗൗരവത്തോടു കൂടിയ ഒരു സമീപനമാണ് ഈ പുസ്തകത്തെ സമീപിക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്നത് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം വെച്ചാല് ഗാനരചന ഓഫ് കോഴ്സ് പ്രൊഫഷനായിട്ട് വന്നെങ്കിൽ പോലും നമ്മളെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ബാല്യം, കൗമാരം, യൗവനം, അങ്ങനെ നമ്മളെ ഒരു എഴുത്തുകാരനായിട്ട് രൂപപ്പെടുത്തുന്നതിന് പങ്കുവഹിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ചെറുപ്പത്തിലെ കൂട്ടുകാരാണെങ്കിലും, ചെറുപ്പത്തിൽ വായിച്ച പുസ്തകങ്ങളാണെങ്കിലും, പുസ്തകങ്ങളിലേക്ക് നമ്മളെ അടുപ്പിച്ച വേറെ ചില സ്വാധീനങ്ങൾ, പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വലിയച്ഛന്റെ സ്വാധീനം. വലിയച്ഛൻ ചെറിയ പ്രായത്തിൽ, ഞാൻ എൻ്റെ എന്താ ഒരു 8 വയസ്സ് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കാക്കയെ പറ്റി എഴുതിയ ഒരു കവിത എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു പാട്ട് പോലത്തെ ഒരു സാധനത്തിന് സ്വർണ്ണ നിറത്തിലൊരു പേന, ബാൾപെൻ, അന്ന് ബാൾപെൻ വളരെ റെയറാണ്, ഒരു ബാൾപെൻ എനിക്ക് സമ്മാനം തന്നു. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം അതായിരിക്കും. ആ സ്വർണ്ണ നിറത്തിലുള്ള പെണ്ണിന്റെ തിളക്കം ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ പെണ്ണ് ജീവിതത്തിന്റെ എവിടെ വെച്ചോ എനിക്ക് നഷ്ടപ്പെട്ടെങ്കിൽ പോലും ആ സ്വർണ്ണ നിറം ഇന്നും മനസ്സിലുണ്ട്. അങ്ങനെ നമ്മളെ എഴുത്തിനോട് അടുപ്പിക്കുന്ന ഒരുപാട് സ്വാധീനങ്ങള്
ബന്ധങ്ങള്, അതെല്ലാം ഓർത്തെടുക്കുക കൂടിയാണ് ഈ പുസ്തകം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സംതിങ് ലൈക്ക് ആൻ ഓട്ടോബയോഗ്രഫി എന്നുള്ള ഒരു ടാഗ് ലൈൻ അതിന് ഉപശീർഷകമായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ എഴുത്തുകാരനാകാൻ ഇടയാക്കിയ ജീവിത സാഹചര്യങ്ങൾ, അത് കുട്ടിക്കാലം, ഒപ്പം തന്നെ വലിയച്ഛൻ്റെ സ്വാധീനം, അച്ഛൻ ഷിബു ചക്രവർത്തിയുടെ പിതാവ് തന്നെ ഒരു സാധാരണ കഥകളി ഭ്രാന്തുള്ളവരെ കഥകളി കിറുക്ക് അല്ലെങ്കിൽ കഥകളി ഭ്രാന്തൻ എന്നൊക്കെ പറയുന്നത് പോലെ താങ്കളുടെ അച്ഛൻ ഒരു ഗാനക്കിറുക്കനായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ ഈ താങ്കളുടെ ഗാനജീവിതത്തിലേക്ക്, രചനാ ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. വീടിൻ്റെ നാടക പശ്ചാത്തലത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുടുംബം, ബന്ധുക്കൾ, പിതാവ്, വലിയച്ഛൻ എന്നിവരുടെ എല്ലാം വലിയ സ്വാധീനങ്ങളിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞു. എന്നാൽ അതൊന്നും പിൽക്കാലത്തെ സിനിമാ പ്രവേശത്തിന് അതൊന്നും സഹായകമായിട്ടില്ല. അത് പ്രതിഭയ്ക്ക് ഗുണം ചെയ്തു എന്നത് മാത്രമാണ് ഉള്ളതല്ലേ? തീർച്ചയായിട്ടും അച്ഛന്റെ ഒരു സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പാട്ടില്ലാത്ത ഒരു അച്ഛന് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. കാരണം അച്ഛൻ എപ്പോഴും പാട്ട് കേൾക്കുന്ന ഒരാളായിരുന്നു. ആദ്യകാലങ്ങളിൽ റേഡിയോ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെറിയ പോക്കറ്റ് റേഡിയോയും പിന്നെ ടേപ്പ് റെക്കോർഡ് വരുമ്പോൾ ടേപ്പ് റെക്കോർഡിലെ പാട്ടും, വീട്ടിൽ കാസറ്റിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നടക്കാനൊന്നും പറ്റാതായിരുന്നു. പക്ഷെ അപ്പോഴും അച്ഛന്റെ കട്ടലിന്റെ താഴെ മുഴുവൻ കാസറ്റുകളായിരുന്നു. അച്ഛന്റെ എന്റെ ചെറിയ പ്രായത്തിൽ അച്ഛൻ പാടുന്ന കായലിനക്കരെ പോവാൻ എനിക്കൊരു കളിവെള്ളം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള പാട്ട് കേട്ട് ഞാൻ ചെറിയ പ്രായത്തിൽ കരയുമായിരുന്നു. അത് ഓരോ ദിവസവും കരയും, പിറ്റേ ദിവസം കേൾക്കുമ്പോൾ വീണ്ടും കരയും. പക്ഷെ ആ പാട്ടെല്ലാം മനസ്സിൽ ഇന്നും അച്ഛൻ പാടുന്ന ആ പാട്ടിന്റെ ഫീലിംഗ്